ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീതകേശവ്. ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സെക്കൻഡ് ടെസ്റ്റിന്റെ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. കൃത്യമായിട്ട് എല്ലാവരും അക്കാഡമിക്സ് PSCയുടെ ഭാഗത്ത് നിന്നും തന്നിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പയ്യെ ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മാത്സ് ആൻഡ് റീസണിങ്ങിൽ നിന്നും പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഈ വീക്കിലെ കമ്പ്യൂട്ടർ പോർഷൻസ് മെമ്മറി ഡിവൈസസും പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസും ആണ് അല്ലേ. സോ ബേസിക്കലി ഫണ്ടമെന്റൽ ആയിട്ട് രണ്ട് ടോപ്പിക്കാണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജിന്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതൊരു ടോപ്പിക്കുമായിട്ടും ഇതിന് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് തന്നെയാണ്. അതുപോലെ APGP ക്വസ്റ്റ്യൻസിൽ നമുക്ക് പെർസെൻറ്റേജ് വെച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വർക്ക് ഡൺ സംഗതികൾ, വർക്ക് ഡണ്ണിന്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏതൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും അവിടെ കൃത്യമായിട്ട് ഈ പെർസെൻറ്റേജ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ബേസിക്കലി അഡീഷൻ സബ്ട്രാക്ഷൻ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ബേസ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഏത് പെർസെൻറ്റേജ്. സോ പെർസെൻറ്റേജ് നമ്മൾ തറവ് ആയിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻസും സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു മിക്സഡ് ബാഗ് ആണ് അല്ലേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒറ്റ സ്റ്റെപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാകുക. സോ എല്ലാവരും തന്നെ ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരുടെയും ശരിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങനെ അല്ല, തെറ്റിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എവിടെയാണ് തെറ്റുപറ്റിപ്പോയതെന്ന് ഡിസ്കഷനിൽ പറയുന്ന ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഡിസ്കഷനിൽ പറയുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എവിടെ തെറ്റി എന്നുള്ളൊരു ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക. സോ സ്വയം വിലയിരുത്തുക. അതിനാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാനും ഈ എക്സാംസും ഒക്കെ വെക്കുന്നത് കേട്ടോ. സോ നമുക്ക് ഇനി ടൈം വേസ്റ്റ് ചെയ്യായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. If A's income is 50% less than that of B's, then B's income is what percent more than that of A? ബിയുടെ ഇൻകത്തിനേക്കാൾ 50% കുറവാണ് എയുടെ ഇൻകം എങ്കിൽ തിരിച്ചു ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇൻകം എത്ര ശതമാനം കൂടുതലാണ് വെൻ കമ്പയർഡ് ടു എ എന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ, വളരെ വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റിനെ നമുക്ക് രണ്ട് രീതി ചെയ്യാം. സോ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായിട്ട് എളുപ്പ വഴിയും നേരായ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൃത്യമായിട്ട് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു പൊടിക്ക് നമുക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മളൊരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് ചെയ്യുകയാണ് എങ്കിൽ എങ്ങനെ ചെയ്യാം? A's income is 50% ലെസ് ദാൻ ദാറ്റ് ഓഫ് B എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ഓഫ് ബി എങ്ങനെ എഴുതാം? ഇൻകം ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഓഫ് എ ഇൻകം ഓഫ് എ ആണ്, ബി ആണ് റെഫർ ചെയ്തേക്കുന്നത് അല്ലേ. സോ ഇൻകം ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഓഫ് ബി മൈനസ് 50% ഓഫ് ഇൻകം ഓഫ് ബി. ഇതല്ലേ ക്വസ്റ്റ്യൻ. ബേസിക്കലി ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, കോമൺ എടുക്കാൻ സാധിക്കുന്നതൊക്കെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 50/100 എന്ന് വരും അല്ലേ. 50/100 എന്ന് വരും അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം, ഐ എ വിൽ ബി ഈക്വൽ ടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 വരും. 1/2 സോ 1/2 ബി അല്ലെങ്കിൽ 0.5 ബി എന്ന് എഴുതാം അല്ലേ. ഐ എ ഇസ് ഈക്വൽ ടു 0.5 ബി. നമുക്ക് എന്ത് ചെയ്യാം, ഐ ബിയുടെ ടേംസിലാണ് ചോദിച്ചേക്കുന്നത്. സോ ഐ ബി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, 2 ടൈംസ് ഐ എ. അതായത് ഇൻകം ഓഫ് എയുടെ ഇൻകത്തിന്റെ 2 ഇരട്ടിയാണ് ഐ ബി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം 50% ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പകുതി തന്നെ ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ നമ്പറിന്റെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ, അതായത് 720യുടെ 100% എന്ന് പറഞ്ഞാൽ 720 തന്നെ. 720യുടെ 50% പറഞ്ഞാൽ അതിന്റെ ഹാഫ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 33% ആണ്. അതുപോലെ തന്നെ നമുക്ക് 1/6 എടുക്കാം, 1/8 എടുക്കാം അല്ലെ. 1/4ന്റെ പകുതി, 1/4 25 ആണ്. സോ 1/8 എന്ന് പറഞ്ഞാൽ 12.5 ആണ്. സോ അങ്ങനെ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അല്ലെ. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി ക്വസ്റ്റിനെ ബാക്കി ചെയ്യാം. ഐ ബി സിക്വൽ ടു 2A അല്ല, ഐ ബി സിക്വൽ ടു 2 ടൈംസ് ഐ എ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി എന്താണ്, ഇൻകം ഓഫ് ബി മൈനസ് ഇൻകം ഓഫ് എ ബൈ ഇൻകം ഓഫ് എ. ഇൻകം ഓഫ് എയുടെ ഇൻകം വെച്ചല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഐ ബി ആണ്, ഐ ബി വിച്ച് ഇസ് 2A അല്ലെ. 2IA മൈനസ് ഐ എ ബൈ ഐ എ, മറ്റൊന്നുമല്ല ഐ എ ബൈ ഐ എന്ന് തന്നെ വരും അല്ലെ.
ഇൻകം ഓഫ് എ ബൈ ഇൻകം ഓഫ് എ എന്ന് തന്നെ വരും, വിച്ച് ഇസ് 100%, വിച്ച് ഇസ് 100%. ആൻസർ 100% ആണ്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു അക്കാഡമിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിളർ രീതി, ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ, എക്സാം എടുക്കുകയാണെങ്കിൽ. കാരണം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇവിടെ നമുക്കറിയാം ബി എ റെഫർ ചെയ്തിട്ടാണ് ക്വസ്റ്റൻ പോയിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ അസൈൻ ദാറ്റ് ബി ഇസ് ഈക്വൽ ടു ഇൻകം ഓഫ് ബി ഇസ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് അസൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇൻകം ഓഫ് എ എന്തായിരിക്കും, വിച്ച് ഇസ് 50% ലെസ്, അതായത് എത്രയായിരിക്കും, 50 തന്നെ ആയിരിക്കും അല്ലേ. എന്ത് ചോദിക്കുന്നത്, ദെൻ ബിസ് ഇൻകം ഇസ് വാട്ട് പെർസെന്റ് മോർ ദാൻ ദാറ്റ് ഓഫ് എ. എയുടെ ഇൻകം 50 ആണ്. എത്രത്തോളം കൂടുതലാണ് ബിയുടെ ഇൻകം, വീണ്ടും 50ന്റെ കൂടുതലല്ലേ. അതായത് എയുടെ ഇൻകം എത്രയാണോ അത്രയും തന്നെ കൂടുകയാണ്. അതായത് എന്താണ്, അതായത് 100% ആണ്. അതായത് 100% തന്നെയാണ്. എയുടെ ഇൻകം ആയിട്ടുള്ള 50 പ്ലസ് 50 വിൽ ബി ദി ഇൻകം ഓഫ് ബി. അതായത് എയുടെ ഇൻകം 100% പ്ലസ് വീണ്ടും ഒരു എയുടെ ഇൻകം വീണ്ടും ഒരു 100%. സോ നമുക്ക് എന്ത് പറയാം, 100% മോർ എന്ന് പറയാം അല്ലെ. 100% മോർ ആണ് ആരുടെ ഇൻകം, ബിയുടെ ഇൻകം. വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ല, വളരെ സിമ്പിൾ ക്വസ്റ്റൻ. സോ ഈ ഒരു മെത്തഡ് യൂസ് ചെയ്താൽ മതി. വാല്യൂ അസൈൻ അങ്ങ് ചെയ്യുക, അതനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ബാക്കിയുള്ള പോർഷനിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഇനി ഇതുപോലെ ക്വസ്റ്റൻസ് ഉണ്ട്, നമുക്ക് അപ്പോൾ കൂടുതൽ ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും കേട്ടോ. ഫൈൻ. So next question, if 60% of A is equal to 48% of B, then A is to B. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 60% വെച്ചാൽ എന്താണ്, 0.6 അല്ലേ. 60% എന്ന് പറഞ്ഞാൽ 0.6 ആണ്. സോ 0.6 A is equal to 0.48 B. ഓക്കെ, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം. 60% എന്ന് വെച്ചാൽ എന്താണ്, 60/100. 60/100 എന്താണ്, 0.6. സിമിലർലി 48% എന്ന് പറഞ്ഞാൽ എന്താണ്, 48% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48/100 എന്ന് വെച്ചാൽ എന്താണ്, 0.48. ബേസിക് മാത്തമാറ്റിക്സ് ആണ് അല്ലേ, വളരെ സിമ്പിൾ ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, എ ബൈ ബി, എ ഇസ് ടു ബി എന്ന് വെച്ചാൽ എന്താണ്, എ ഇസ് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ ബി എന്ന് എഴുതാമല്ലോ. സോ നമുക്ക് ആ ഫോർമുലയിലേക്ക് എത്തിക്കാം. എ ബൈ ബി ഇസ് ഈക്വൽ ടു 0.48/0.6. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0.48/0.6. അതായത് 48/60 തന്നെ എഴുതാമല്ലോ നമുക്ക്. 48/60 എന്ന് എഴുതാം. 12 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 4ഉം വരും. സോ എ ഈസ് ടു ബി ഇസ് ഈക്വൽ ടു 4:5. ആൻസർ എന്താണ്, ആൻസർ സി. ആൻസർ സി. വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ. എ ഈസ് ടു ബി ആണ് ചോദ്യം. ഇനി ഒരു പക്ഷെ ബി ഈസ് ടു എ ആണ് ചോദിച്ചിരുന്നെങ്കിൽ തെറ്റിക്കരുത്, അത് 5:4 ആയേനെ. ബി ഈസ് ടു എ ആണ് ചോദിച്ചിരുന്നതെങ്കിൽ അത് 5:4 ആയേനെ. ഓക്കെ അല്ലേ, ഫൈൻ. ഓക്കെ, two successive price increase of 10% and 10% of an article is equivalent to a single price increase. എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു ആർട്ടിക്കിളിന്റെ ഒരു എക്സ് പ്രൈസ് ഉണ്ടായിരുന്നു, അതിനെ ആദ്യം 10% കൂട്ടി, എന്നിട്ട് വീണ്ടും അതിന്റെ ഒരു 10% കൂട്ടി. സോ നെറ്റ് എത്രയുണ്ട്, ഇനീഷ്യലി എത്രയായിരുന്നു ആൻഡ് ഫൈനൽ എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ നെറ്റ് ചേഞ്ച് അത് എത്രയാണോ അത് നമുക്ക്, അതാണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കാൻ യാതൊരു പാടില്ല. ഇതിനും 2 സ്റ്റെപ്സ് അല്ലെങ്കിൽ 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂ അസൈൻ ചെയ്യാം. ലെറ്റ് ദി പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, ലെറ്റ് പ്രൈസ് ബി 100. 100 രൂപയായിരുന്നു എന്ന് കരുതുക. 100 രൂപയുടെ 10% ആദ്യത്തെ സ്റ്റെപ്പിൽ കൂടി. അപ്പൊ 100 രൂപയുടെ പ്രൊഡക്റ്റ് ഇപ്പൊ എത്രയായി മാറി, 110 രൂപയായി മാറി. വീണ്ടും 10 രൂപ കൂടി, വീണ്ടും 10 രൂപ കൂട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ്, 110ന്റെ 10% എത്രയാണ്, 11 ആണ് കേട്ടോ. 110ന്റെ 10% 11 ആണ്. സോ ഫൈനലി ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്രയായിട്ട് മാറി, 121 ആയി മാറി. സോ ഇനീഷ്യലി 100 ആയിരുന്നു, ഫൈനലി 121 ആയി. സോ നെറ്റ് ചേഞ്ച് എത്രയാണ്, നെറ്റ് ചേഞ്ച് 21 ആണ് ആൻഡ് ഇനീഷ്യൽ പ്രൈസ് 100 ആണ്. സോ പെർസെൻറ്റേജ് എത്രയാണ്, 21%. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് എത്ര സെക്കൻഡ്സ് മതി അല്ലേ. ഇനി ഇതിനെ മറ്റൊരു ഒരു ഫോർമുല നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം ഫോർമുല ഇല്ലാതെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു സുഖം. ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഫോർമുല പറഞ്ഞു പോയാലോ, ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ കറങ്ങുന്ന ഫാൻ നോക്കിയിരിക്കേണ്ടി വരും. സോ എന്നാലും ഞാൻ ഫോർമുല പറഞ്ഞുതരാം. ഒരു കണ്ടിന്യൂസ് ഇൻക്രീസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഫോർമുല യൂസ് ചെയ്യാം. സോ എക്സിന്റെ, അതായത് 10ന്റെ പകരം X% ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. അതായത് 2 സ്റ്റെപ്പിലായിട്ട് X% ഇൻക്രീസ് സംഭവിക്കുന്നു എങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇൻക്രീസ് വിൽ ബി X. സോ നമുക്ക് അല്ലെങ്കിൽ ഒരു ഓക്കെ, X
പ്ലസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ബൈ 100. ഇതിന് നമുക്ക് എ ആൻഡ് ബി എന്ന രീതിയിൽ നമുക്ക് കാണിക്കാം. സോ എപ്പോഴും ഒരേ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെന്നില്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ 10% ഇൻക്രീസും രണ്ടാമത്തെ സ്റ്റെപ്പിൽ 5% ഇൻക്രീസും ആണ് എങ്കിൽ നമ്മൾ എന്താ ഒരേ ഈ ഒരു ഇക്വേഷൻ ഇട്ടിട്ട് കാര്യമില്ല. ഇതേ ഇക്വേഷൻ തന്നെയാണ്, ഇതേ തിയറി തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ എ പെർസെൻറ്റേജ് ഇൻക്രീസും സെക്കൻഡ് സ്റ്റേജിൽ ബി പെർസെൻറ്റേജ് ഇൻക്രീസും ആണ് എങ്കിൽ ദെൻ നെറ്റ് ഇൻക്രീസ് വിൽ ബി എ പ്ലസ് ബി പ്ലസ് എ ഇൻറ്റു ബി ബൈ 100. ഈ ഒരു ഫോമുല മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. ഈ ഫോമുല വെച്ച് നമുക്ക് ചെയ്ത് നോക്കിയാലോ. അതായത് 10 പ്ലസ് 10 പ്ലസ് 10 ഇൻറ്റു 10 ബൈ 100. ഇപ്പം എത്രയായി? ഇത് 20 ആയി. 10 ഇൻറ്റു 10 100 ആണ്. സോ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാം. 1 ആയി. സോ 21% ഇൻക്രീസ് ആണ് ഉള്ളത്. സിമ്പിൾ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്താലോ. ആദ്യത്തെ സ്റ്റെപ്പിൽ 20% ഇൻക്രീസും രണ്ടാമത്തെ സ്റ്റെപ്പിൽ 15% ഇൻക്രീസും ആണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 20 പ്ലസ് 15 പ്ലസ് 20 ഇൻറ്റു 15 ബൈ 100. കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തേ. ഇവിടെ 2 ആകും, ഇവിടെ 3 ആകും. ഈ 2 കട്ടായി. സോ നമുക്ക് എന്ത് എഴുതി? 20 പ്ലസ് 15 ഈസ് 35 പ്ലസ് ഒരു 3 ഇവിടെ ഉണ്ടല്ലേ. 35 പ്ലസ് 3 38% ആയിരിക്കും നെറ്റ് ഇൻക്രീസ്. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? സോ ഇതാണ് ഈ ഒരു ഫോമുല കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു ഫോമുല കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പറ്റുവാണെങ്കിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ? നിങ്ങൾക്ക് ഫോമുലയാണ് കംഫർട്ടബിൾ, അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ. ഫൈൻ. Next question. A truck contains 730 kg of apples. If 20% of total quantity of apple got rotten, then find the quantity of not rotten apples in the truck. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. മൊത്തം 730 കിലോ ആപ്പിൾ ഉണ്ടായിരുന്നു. അത് 20% ആപ്പിൾ ചീത്തയായി, ലൈക്ക് റോട്ടണായി, ചീഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ മിച്ചം എത്രയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 20%. സോ നമുക്കറിയാം 730 kg, അതായത് 100%. അതിൽ 20% ചീത്തയായെങ്കിൽ മിച്ചം എത്രയാണ്? 80%. സോ ഈ 80% അല്ലേ നല്ല ആപ്പിൾസ്. സോ 730യുടെ 80% കണ്ടുപിടിച്ചാൽ പോരെ നമുക്ക്. 730 ഇൻറ്റു 80 ബൈ 100. കട്ട് ചെയ്യണത് കട്ട് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ 73 ഇൻറ്റു 8. 73 ഇൻറ്റു 8 എത്രയാണ്? 73 ഇൻറ്റു 8. 3 8s are 24. 2 7 8s are 56. സോ 58. 584. ആൻസർ എത്രയാണ്? ആൻസർ ബി ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റൻ. ഹാർഡ്ലി നമുക്കൊരു 30 സെക്കൻഡ് മതി ഈ ക്വസ്റ്റൻ ചെയ്യാം അല്ലേ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് PSCക്ക് ചോദിക്കുക. ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും ചോദിക്കാറില്ല. പലപ്പോഴും വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ. ഇഫ് each side of a square is increased by 10%, its area will be increased by എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തു. ക്വസ്റ്റ്യന്റെ ഷേപ്പിൽ നിന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ വേർഡിങ്ങിൽ കുറച്ചൊരു മാറ്റമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാമല്ലോ. ലെറ്റ് സ്ക്വയറിന്റെ സൈഡ് എന്തായിരിക്കും? സ്ക്വയറിന്റെ സൈഡ് സ്ക്വയറിന്റെ സൈഡ് 100 ആയിക്കോട്ടെ. 10% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? പുതിയ സ്ക്വയറിന്റെ സൈഡ് 110 ആണ്. ഇനി അതിന്റെ ഏരിയയിൽ വരുന്ന ചേഞ്ച്, ഈ പഴയ സ്ക്വയർ ആയിരുന്നെങ്കിൽ 100 ഇൻറ്റു 100 വിൽ ബി 10,000. ഇനി ഇവിടെ ആണെങ്കിൽ എത്രയാണ്? 110 ഇൻറ്റു 110 വിൽ ബി 121. സോ നെറ്റ് ചേഞ്ച് എത്രയാണ്? 21%. ആൻസർ കിട്ടി. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇക്വേഷൻ അത് ഇട്ടങ്ങ് ചെയ്യാം. ഏതായിരുന്നു ഇക്വേഷൻ? A പ്ലസ് ബി പ്ലസ് എ ഇൻറ്റു ബി ബൈ 100. ഇതില് എയിലും ബിയും 10 ആക്കിയിട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞില്ലേ? വളരെ സിമ്പിൾ അല്ലായിരുന്നു? ഒരേ ക്വസ്റ്റ്യൻ, ഒരേ മോഡൽ, എന്നാൽ പ്രത്യക്ഷത്തിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നു അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇതേ പാറ്റേൺ തന്നെയാണ് PSC ഫോളോ ചെയ്യുന്നത് കേട്ടോ. സോ ഡോണ്ട് വറി, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. Weight of A is 20% more than weight of B. Whose weight is 30% more than weight of C? By how much percent weight of A is more than weight of C? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 രീതി ചെയ്യാം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എല്ലാം എഴുതി കൃത്യമായിട്ട് വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്ട്ലി ഈ പറഞ്ഞ പോലെ ഒരു വെയിറ്റ് അസൈൻ ചെയ്യുക, എന്നിട്ട് അങ്ങ് ചെയ്യാം. നമുക്ക് ആ രീതി തന്നെ ചെയ്യാം. എക്സാമ്പിൾ നമുക്ക് ആ ഒരു വെയിറ്റ് അസൈൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഈ ഒരു ക്വസ്റ്റിന് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കറക്റ്റ് നമ്പേഴ്സ് കിട്ടണം കുറച്ച് പാടായിരിക്കും. നമുക്ക് എന്താണെന്ന് ചെയ്ത് നോക്കാം. വെയിറ്റ് ഓഫ് ബി അല്ലേ? സോറി, വെയിറ്റ് ഓഫ് എ is 20% more than weight of B. Whose weight is 30% more than weight of C? സോ ഇവിടെ റെഫർ ചെയ്യുന്ന ആരെയാണ്? എയും സിയെയും റെഫർ ചെയ്യുന്നത് ബി വെച്ചിട്ടാണ്. സോ നമുക്ക് ബിയുടെ വെയിറ്റ് 100 ആക്കി സെറ്റ് ചെയ്യാം. സോ ബി ഈസ് 100. ബി 100 ആണ്. ബി 100 ആണ് എങ്കിൽ എ എത്രയായിരിക്കും?
20% മോർ എന്നല്ല പറഞ്ഞേക്കുന്നത്, അതായത് 120. ഓക്കെ, സിയുടെ എത്രയായിരിക്കും നോക്കുക. സിയുടെ ഹൂസ് വെയിറ്റ് ഈസ് 30% മോർ ദാൻ ദാറ്റ് ഓഫ് സി. ഹൂസ് വെയിറ്റ് ഈസ് 30% മോർ ദാൻ ദാറ്റ് ഓഫ് സി. അതായത് എത്രയാണ് വെയിറ്റ്? സിയുടെ വെയിറ്റ്, ഹൂസ് വെയിറ്റ് ഈസ് 30%, സിയുടെ വെയിറ്റിനേക്കാൾ 30% കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? സിയുടെ വെയിറ്റ് 30% കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് കറങ്ങേണ്ടി വരും. സോ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? ബിയുടെ വെയിറ്റ് 100 അല്ലേ? ഈ ബിയുടെ വെയിറ്റ് 100 ആണ് എങ്കിൽ സിയുടെ വെയിറ്റ് എത്രയായിരിക്കും? സിയുടെ വെയിറ്റ് വിൽ ബി എന്തായിരിക്കും? 130% ഓഫ് സി, അല്ലെ? സിയുടെ വെയിറ്റ് നമുക്ക് അറിയില്ല. ക്വസ്റ്റിന് പറഞ്ഞ അനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? 130% ഓഫ് സി വിൽ ബി 100, അല്ലെ? സിയേക്കാൾ 30% വെയിറ്റ് കൂടുതലാണ് ആർക്ക്? സിയേക്കാൾ 30% വെയിറ്റ് കൂടുതലാണ് ബിക്ക്. സോ 100 വിൽ ബി 130% ഓഫ് 100 പ്ലസ് 30%. അതിനാണ് 130% ഒറ്റയടി എഴുതി കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ 100 ഇസ് ഈക്വൽ ടു 130/100 ഇൻറ്റു സി എന്നിട്ടേക്കാം കേട്ടോ. സോ നമുക്ക് ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 1000/13 വരും. 1000/13 നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് so 13 sevens are 21 to 91. So 7 സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? സോ 91 വീണ്ടും 9. സോ ഏതാണ്ട് ഒരു 77 അടുത്തായിരിക്കും. 77 പോയിന്റ് സംതിങ് ആണ് വരാൻ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ 76 ആയി 77 പോയിന്റ് സംതിങ് ആയിരിക്കും നമുക്ക് കിട്ടാവുന്ന സമയത്ത്. സോ നമുക്ക് റഫ് ആയിട്ട് 77 എടുക്കാം. കാരണം ഇവിടെ നോക്കിക്കേ, ഇവിടെ വലിയ വ്യത്യാസമുണ്ട് ആൻസറുകൾ തമ്മിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്ത് അങ്ങ് എടുക്കാം. സോ ഏതാണ് 77. സിയുടെ വെയിറ്റ് ഏതാണ് 77. സിയുടെ വെയിറ്റ് 77 ആണ് നമുക്ക് കിട്ടി. ഇനി എന്താ പറയുന്നത്? റിലേഷൻ അല്ലെങ്കിൽ പെർസെന്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? സോ 77 to 120 എത്രയാണ്? 43 ആണ്. സോ 43/77 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.7 ആണ്. 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50% പോകും, അല്ലേ? 50% പോകും. സോ ഇൻറ്റു 5 35 38.5, അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാർട്ടിങ് 5 ആണെന്ന് കിട്ടി. അതായത് 56 ആണ് ആൻസർ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്യാം. മുഴുവൻ ഒന്നും ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട. അതായത് മനസ്സിലാകാത്തവരൊന്നും ഉണ്ടെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാം. 77 അല്ലേ? 77ന്റെ 10% എത്രയാ? 77ന്റെ 10% 7.7 ആണ്, അല്ലേ? 77ന്റെ 10% 7.7 ആണ്. സോ ഇനി 20% എന്ന് പറഞ്ഞാൽ വീണ്ടും 7.7 ആഡ് ചെയ്താൽ മതി. ഇനി 30% എന്ന് പറഞ്ഞാൽ വീണ്ടും 7.7 ആഡ് ചെയ്താൽ മതി. 40% എന്ന് പറഞ്ഞാൽ വീണ്ടും 7.7 ആഡ് ചെയ്താൽ മതി. 50% എന്ന് പറഞ്ഞാൽ വീണ്ടും 7.7 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലുള്ള കൂട്ട് നമുക്ക് എന്ത് കിട്ടും? ഏതാണ്ട് 38.5 കിട്ടും. അതായത് 50+ ആണ്, 50+ ആണ്, അല്ലേ? സി എത്രത്തോളം എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്നുള്ളതിന്റെ, അല്ലേ? എ ഇസ് മോർ, എ 100 ആണ്. സോ എത്രത്തോളം പെർസെന്റേജ് വെയിറ്റ് ഡിഫറൻസ് ആണ് എക്കും സിക്കും ഉള്ളതെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 43/77 ഇൻറ്റു 100 ചെയ്താൽ മതി. 43/77 ഇൻറ്റു 100 ചെയ്താൽ മതി. പോരെ? സോ ആൻസർ 56 ആണ്. ഞാൻ പറഞ്ഞ പോലെ ഫുൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷൻ ഒരു പക്ഷേ 55, 56, 57, 58 എന്നായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ റഫ് കാൽക്കുലേഷൻസ് പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഫുൾ ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൃത്യമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് ആൻസറുകൾ തമ്മിൽ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? റഫ് ചെയ്താൽ മതി. 50സിലാണ് നമ്മുടെ ആൻസർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 50സിലുള്ള ഒരൊറ്റ ആൻസറേ ഉള്ളൂ, വിച്ച് ഇസ് 56, അല്ലേ? നോ വെയർ നിയർ. വേറെ ഒരു ഓപ്ഷനും അടുത്തല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈസിലി ബി ആണ് ഉത്തരം എന്ന് നമുക്ക് മാറിക്കാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു വഴിയാണ്. ഇനി മറ്റൊരു വഴി നിങ്ങൾക്ക് ചെയ്യാം. എ ഈസ് 20% മോർ ദാൻ ബി എന്നാണ്. സോ ബിയുടെ വെയിറ്റ് എക്സ് എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എയുടെ വെയിറ്റ് 120x എന്ന് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയും ചെയ്യാം. ആ ഒരു അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാൽക്കുലേഷൻസ് കുറച്ചൊന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം കേട്ടോ, കാൽക്കുലേഷൻസിൽ. അപ്പോൾ അതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ മരുന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫൈൻ. സോ ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കൊനിഷ്ഠ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഫൈൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ബേസിക് വരും കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ഈ പറഞ്ഞ ഡിഫറെന്റ് സ്ലോട്ടിലുണ്ടല്ലോ,
എല്ലാ സ്ലോട്ടിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ കുറച്ച് കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണും. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ എവറി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. So അടുത്ത question, if the numerator of a fraction is increased by 400% and the denominator of the fraction is increased by 150%, the resultant fraction is 3/5. So what is the original fraction? So നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷൻ n/d ആണെന്ന് നമ്മൾ അങ്ങ് കരുതുന്നു. ഓക്കെ, ഒറിജിനൽ ഫ്രാക്ഷൻ n/d ആണെന്ന് കരുതുന്നു. ഇനി ഇൻക്രീസ്ഡ് ബൈ 400% എന്ന് വെച്ചാൽ എന്താ? ഇൻക്രീസ് ബൈ 400% എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റനോട് ചോദിക്കാം. ഇൻക്രീസ് ബൈ 100% എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പം എൻ്റെ 100 രൂപ ഉണ്ടായിരുന്നു, ഒരാൾ എനിക്ക് കുറച്ച് കാശ് തന്നപ്പോൾ എൻ്റെ ഇപ്പം 100% ഇൻക്രീസ് ഉണ്ടായി. ഓക്കെ, 100% ഇൻക്രീസ് എന്ന് എന്താണ്? എന്തായിരുന്നു നമ്പർ, ആ നമ്പർ ഒന്നുകൂടെ ആഡ് ചെയ്യുക എന്നുള്ളതല്ലേ? 100% ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടായിരുന്നു, അടുത്ത കൊല്ലത്തെ രജിസ്ട്രേഷൻ 100% ഇൻക്രീസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 + 30 which is 60. 60 കുട്ടികൾ, അതായത് ഇരട്ടിച്ചു എന്ന് പറയുമ്പോഴാണ് 100% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇരട്ടിച്ചു. 200% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 30 കുട്ടികളിൽ നിന്നും 90 കുട്ടികളിലേക്ക് എത്തി അല്ലെ, 3 തവണയായി എന്നുള്ളതല്ലേ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ന്യൂമറേറ്റർ എത്രയായിരിക്കും? ഒറിജിനൽ ന്യൂമറേറ്റർ n ആയിരുന്നുവെങ്കിൽ 400% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4n ഇൻക്രീസ് ഉണ്ടായി. സോ ദാറ്റ് മീൻസ് പുതിയ ന്യൂമറേറ്റർ വിൽ ബി 5n. മനസ്സിലായോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 100% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു നമ്പർ, അത്രയും നമ്പർ തന്നെ കൂടി 2n ഇരട്ടിച്ചു. 200% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n, അതായത് 3 ഇരട്ടിയായി. കണ്ടോ, പാറ്റേൺ മനസ്സിലാവുന്നുണ്ടോ? ഇനി 300% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n + 3n 4n. ഈ പാറ്റേൺ മനസ്സിലായോ? ഈ സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത്രയും ആലോചിക്കേണ്ട. ഫസ്റ്റ് സ്റ്റെപ്പിൽ അങ്ങ് എടുക്കുക. 400% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ന്യൂമറേറ്റർ വിൽ ബി 5n. 600% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ദ ന്യൂമറേറ്റർ വിൽ ബി 7n അല്ലെ. 1000% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എത്ര? 1100 n എന്ന് വരും. മനസ്സിലായല്ലോ അല്ലെ? ആ പാറ്റേൺ മനസ്സിലായല്ലോ? ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? ഡിനോമിനേറ്റർ d + 1.5n, സോറി 1.5d അല്ലെ. സോ 2.5d. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ പുതിയ ഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും? 5n/2.5d will be equal to 3/5 അല്ലെ. സിമ്പിൾ അല്ലേ? 5 2.5 നമുക്ക് കട്ട് ചെയ്യാമല്ലോ, 2 ആയിട്ട് മാറുമല്ലോ. സോ n/d, അതായത് നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷൻ എന്താണ്? ആക്ച്വലി 3/10. 3/10 ഏതാണ്? ഓപ്ഷൻ എ. വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഒരൊറ്റ കൺസെപ്റ്റ് ആണ്, ഒരു പുതിയൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പുതിയൊരു ഒരു ഷോർട്ട് കട്ട് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പരിപാടി പെട്ടെന്ന് നമുക്ക് ഒതുക്കി തീർക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാനും സാധിക്കും. Next question. A candidate who scores 30% fails by 10 mark, while another candidate who scores 40% marks get 15 more than the minimum pass. So the minimum marks required to pass are. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 രീതി ചെയ്യാൻ സാധിക്കും. ഒന്ന് ഈ പറഞ്ഞ ഈ സ്റ്റെപ്പ് എല്ലാം വെച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ മാർക്ക് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതൊന്നും വേണ്ട. ഒരൊറ്റ കൺസെപ്റ്റ് മാത്രം ആലോചിച്ചാൽ മതി. എനിക്കൊരു ഉറപ്പാണ്, നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറഞ്ഞ 2 സ്റ്റെപ്പ് തന്നെയായിരിക്കും ആദ്യമേ ആലോചിക്കുന്നത്. ഇനി മൂന്നാമതൊരു സ്റ്റെപ്പ്, അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് എന്താ 30% ഓഫ് x is equal to പാസ് മാർക്ക് എക്സ് ആണെങ്കിൽ x - 10 എന്ന് എഴുതാം. അതുപോലെ 40% ഓഫ് x is equal to എന്ന രീതിയിൽ എഴുതാം. സോ n നമ്പർ ഓഫ് മെത്തേഡ് ഉണ്ട്. അതായത് ടോട്ടൽ മാർക്സിന് നമ്മൾ ഒരു വേരിയബിൾ അലോട്ട് ചെയ്യുക. ഒറ്റ മിനിറ്റ്. അതായത് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ മാർക്ക് അറിയില്ല. അതുപോലെ തന്നെ പാസ് മാർക്ക് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30% ഓഫ് ടോട്ടൽ മാർക്ക് ഇസ് ഈക്വൽ ടു പാസ് മാർക്ക് പ്ലസ് 10 എന്ന രീതി എഴുതാം. എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഏതാണ്? 40% ഓഫ് 100 ഇൻറ്റു ടോട്ടൽ മാർക്ക് ഇസ് ഈക്വൽ ടു പാസ് മാർക്ക് മൈനസ് പാസ് മാർക്ക് -10ഉം പാസ് മാർക്ക് +15. ഇങ്ങനെ 2 ഇക്വേഷൻ കിട്ടും. ഈ 2 ഇക്വേഷൻ കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരു വേരിയബിളിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം അല്ലേ. ഇറ്റ് വിൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം.
ഇതെല്ലാം നമുക്ക് വേണ്ടത്. വി ഹാവ് ടു ബി സ്മാർട്ട് അല്ലേ. ഇതിപ്പം 2 രീതി ചെയ്താലും അതേ എളുപ്പമുള്ള രീതി ചെയ്താലും പാടുള്ള രീതി ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് അതേ 1 മാർക്ക് തന്നെയാണ്. സോ നമുക്ക് വേണ്ടത് എങ്ങനെയാണ്, 1 മാർക്കാണ് വേണ്ടത്. പക്ഷേ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യരുത്. സോ ഇവിടെ ശ്രദ്ധിച്ചൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ട്, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി. അതായത് 30%-നും 40%-നും ഇടയ്ക്ക് ഒരു സംഗതിയുണ്ട്, അവനാണ് പാസ് മാർക്ക് അല്ലെ. 30%-നും 40%-നും ഇടയ്ക്ക് ഒരു സംഗതിയുണ്ട്, അവനാണ് പാസ് മാർക്ക്. അത് നമുക്ക് എത്രയെന്ന് അറിയാമോ? ഇല്ല. സോ അവൻ എന്ത് ചെയ്യുക? അവൻ എക്സ് എന്ന് വിളിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞേ, ഇവിടെ 30 മാർക്ക് സ്കോർ ചെയ്തവൻ 10 മാർക്ക്, അതായത് എക്സ് മാർക്കാണ് നമ്മുടെ പാസ് മാർക്ക്. 30% വെച്ച് കഴിഞ്ഞാൽ എക്സിൽ നിന്നും 10 മാർക്ക് കുറയ്ക്കണം അല്ലെ, ഡിക്രീസ് ചെയ്യണം. ഇനി പാസ്സായവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% ഇൻക്രീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തം എന്താണ് അതായത് ഈ 30%-ഉം 10%-ഉം അല്ലെങ്കിൽ 30%-ഉം 40%-ഉം അല്ലെ. അതായത് ഇൻ ബിറ്റ്വീൻ 10% ഉണ്ട്. ഇൻ ബിറ്റ്വീൻ 10%-ൽ നമുക്ക് 25 മാർക്കില്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞ ലോജിക് കിട്ടിയോന്ന്. 30%-നും 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇടയ്ക്ക് എത്രയാണ്? മൊത്തം 10% ആണ്. എക്സ് എന്ന് പറഞ്ഞവനാണ് പാസ് മാർക്ക്. അവന് 30% പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിൽ നിന്നും 10 മാർക്ക് കുറവും. 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാർക്കിൽ നിന്നും 15 മാർക്ക് കൂടുതലുമാണ്. അതായത് ആ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ 10 + 15 25 മാർക്സ് അല്ലേ? ആണ്. സോ 10% 25 ആണ് എങ്കിൽ 100% എത്രയായിരിക്കും? 100% 250 ആയിരിക്കും അല്ലെ. 100% 250 ആയിരിക്കും. 100% 250 ആയിരിക്കും. ഇനി നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാമല്ലോ. 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ആണ്. ഇനി 75 മാർക്ക് പാസ് മാർക്ക് ആണോ? അല്ല. 75ന്റെ കൂടെ 10 മാർക്ക് കൂടെ നേടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പാസ്സാക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 85 മാർക്കായിരിക്കും ഇവിടെ പാസ് മാർക്ക്. മനസ്സിലായോ? അത് നമ്മൾ ഈ പറഞ്ഞ വലിയ കാര്യം ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? 30%-നും 40%-നും ഇടയ്ക്ക് ഒരു ശതമാനമുണ്ട്. ഓക്കെ, അത്രയും മാർക്കാണ് പാസ് മാർക്ക്. അത് നമുക്ക് എത്രയും നേരത്തില്ല, നമ്മൾ അവൻ എക്സ് എന്ന് വിളിച്ചു. ഇനി അവനിൽ നിന്നും 10 മാർക്ക് കുറയ്ക്കുകയാണെങ്കിൽ 30%-മായി. അവനിൽ നിന്നും 15 മാർക്ക് കൂട്ടുകയാണെങ്കിൽ 40%-മായി. സോ അതായത് ഇൻ ബിറ്റ്വീൻ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? 25 മാർക്കാണ്. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മാർക്കാണ്. അതായത് 100%. ഈ ടെസ്റ്റിന്റെ ടോട്ടൽ മാർക്ക് എത്രയായിരുന്നു? 250 ആണ്. ഈ ടെസ്റ്റിന്റെ ടോട്ടൽ മാർക്ക് 250 ആണ്. അതിന്റെ പാസ് മാർക്ക് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ 30% ഓഫ് 250 കണ്ടുപിടിച്ചിട്ട് 10 മാർക്ക് കൂട്ടുക, അല്ലെങ്കിൽ 40% ഓഫ് 250 കണ്ടുപിടിച്ചിട്ട് 15 കുറയ്ക്കുക. ഇതാണ് ലോജിക്ക്. ഇത് മനസ്സിലായി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ലോജിക്ക് മനസ്സിലായെങ്കിൽ യെസ്, യു ആർ ഫിറ്റ് ഫോർ ദി എക്സാം, അല്ലെങ്കിൽ യു ആർ റെഡി ഫോർ ദി എക്സാം ഞാൻ പറയും. ഓക്കെ, കാരണം എന്ത് ചെയ്താൽ മതി? എനിക്ക് ഒരൊറ്റ മിനിറ്റിൽ ആൻസർ കിട്ടി. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 2 ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന് ഒരു വേരിയബിൾ സോൾവ് ചെയ്തിട്ട് മറ്റേ വേരിയബിൾ കണ്ടുപിടിച്ചിട്ട് വീണ്ടും ഞാൻ ഈ പറഞ്ഞ ഇതേ സംഗതി ഇട്ട് ഉത്തരത്തിലേക്ക് എത്തണം. ഒരു 3 or 4 സ്റ്റെപ്സ്, 3 or 4 കണ്ടീഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ എനിക്കതൊന്നും ആവശ്യമില്ല. ഇവിടെ ഞാൻ ആ ലോജിക് കണ്ടുപിടിച്ചു അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്തു. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. 65% of a number is more than 25% by 120. What is the 20% of the number? ഒന്നും ചെയ്യാനില്ല, ക്വസ്റ്റ്യൻ വായിച്ചു അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. 65% of a number, 65% of number എന്ന് പറഞ്ഞാൽ 0.65 അല്ലേ? 0.65 of the number x, let the number be x, minus 0.25 of x is equal to 120. എന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഫാക്ട് ഇതല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്? 0.4x is equal to 120, അല്ലെങ്കിൽ x is equal to എന്താണ്? 120 by 0.4. നമുക്ക് ബാക്കി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 120 300 എന്ന് വരും. നമുക്ക് എന്താ അറിയേണ്ടത്? 300 എന്ന ടോട്ടൽ എമൗണ്ട് ആണ് അല്ലെ, ടോട്ടൽ നമ്പർ ആണ്. ഇതിന്റെ 20%, 320% എത്രയാണ്? 60. ആൻസർ ഡി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. 2 സ്റ്റെപ്പ് ഉത്തരം കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ വില്ലേജ് there are 1500 voters, out of which 28% did not cast their votes. 28% ആൾക്കാര് വോട്ട് ചെയ്തിട്ടില്ല.
ഇനി വോട്ട് ചെയ്ത ആൾക്കാരിൽ 20% ഓഫ് ദ വോട്ട്സ് വേർ ഇൻവാലിഡ്. വോട്ട് ചെയ്തവരിൽ 20% വോട്ട് ഇൻവാലിഡ് ആയിരുന്നു. ഫൈൻഡ് ദി നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് കാസ്റ്റ്. ഓക്കെ ആണല്ലോ. ധൃതി പിടിച്ച് 28% പ്ലസ് 20% കൂട്ടി 48%, അങ്ങനെയാണെങ്കിൽ 52% ഓഫ് വോട്ടേഴ്സ് ആണ് വാലിഡ് വോട്ട് എന്ന് മനസ്സിലാക്കരുത്. ക്വസ്റ്റ്യൻ വായിക്കുക. ആദ്യമേ തന്നെ 28% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. 1500 പേരും വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. 1500 മൈനസ് 28% ഓഫ് 1500 ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. സോ അത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് സോ ടോട്ടൽ വോട്ട് ചെയ്ത ആൾക്കാരുടെ പെർസെൻറ്റേജ് 72% ആണ്. രണ്ടോ മൂന്നോ രീതി നിങ്ങൾ ചെയ്യാം. അതായത് ഇപ്പോൾ 28% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 150 28% വെച്ചാൽ എത്രയാണ്? 20 പ്ലസ് 8% ആണ്. അല്ലെങ്കിൽ 30 മൈനസ് 2% ആണ്. 30 മൈനസ് 2% അല്ലേ എളുപ്പം. 30% ഓഫ് 1500 എത്രയാണ്? 450. 2% എത്രയാണ്? 30 അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 420. 1500 400 പോകെ എത്രയാണ്? 1100. 1100 20 പോകെ എത്രയാണ്? 1080. കഴിഞ്ഞു. 1080 പേരാണ് ടോട്ടൽ വോട്ട് ചെയ്തത്. ഇനി 1080 പേരിലെ 20% ആൾക്കാരുടെ വോട്ട് വീണില്ല. സോ മിച്ചം ടോട്ടൽ വോട്ട് എത്രയാണ്? അപ്പൊ പോൾ ചെയ്ത് 80%. കട്ട് ചെയ്യാനൊക്കെ കട്ട് ചെയ്ത് 108 into 8 108 into 8 which is 864 അല്ലെ. 108 ഇൻറ്റു ഗുണം 8 8 64 4 6 60. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ആൻസർ എത്രയാണ്? ആൻസർ എ ആണ് കേട്ടോ. സോറി, എ ആണ്, ബി ആണ്, എ ആണ്. 864 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഓഫ് സോൾവിങ് എ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ വായിക്കുക, അനാവശ്യമായിട്ട് ധൃതി കാണിച്ച് ക്വസ്റ്റ്യന്റെ ഫാക്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. ഓക്കെ, next question. If 60% of students in a school are boys and the number of girls is 972, how many boys are there in school? സോ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ മാറ്റി വെക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. ഇതിൽ ആണും പെണ്ണും എന്ന രീതിയിൽ രണ്ട് ജെൻഡറാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് തൽക്കാലം മാത്രം നോക്കിയാൽ മതി. 60% സ്കൂൾ സ്റ്റുഡൻസ് ആണുങ്ങളാണ് എങ്കിൽ മിച്ചം എത്ര ശതമാനമായിരിക്കും പെണ്ണുങ്ങൾ? അല്ലെ, ടോട്ടൽ പെർസെൻറ്റേജ് 100 ആണ്. ടോട്ടൽ പെർസെൻറ്റേജ് 100 ആണ്. ഇതിൽ 60% ആണുങ്ങളാണ് എങ്കിൽ 40% ആരായിരിക്കും? ഗേൾസ് ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഈ 40% എത്രയൊക്കെ തന്നേക്കുന്നത് ഇവിടെ? 972. അതായത് 40% ഓഫ് ദാറ്റ് ഹോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിച്ച് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 972. ഓക്കെ അല്ലേ? എക്സ് എത്ര നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. സോ 972 ഇൻറ്റു 100 by 40. കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്തു. ഇവിടെ 2i, ഇവിടെ 5i. ഇത് കട്ട് ചെയ്യാം. വിച്ച് ഈസ് 486 into 5. 486 into 5 എത്ര വരും? 486 into 5 മൾട്ടിപ്ലൈ ചെയ്തല്ലേ 4860. 4860 പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2430. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ, 2430. ഓക്കെ, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയോ. 2430 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതെ, 2430 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ബോയ്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും 972 സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2430 60% എത്രയാണ് കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ 60% കണ്ടുപിടിക്കാൻ പോവുകയാണേ. 243 into 6 which is 8 124 5 212 1458. So answer big 1458. 1458 ആൺകുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബേസിക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a student to clear an examination, he must score 55% of marks. If he gets 120 and fails by 78 marks, what is the total marks of the examination? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് മാത്രം കിട്ടിയാൽ മതി. ഒരു എക്സാം ഉണ്ട്. എക്സാം ഒരു ടോട്ടൽ മാർക്കിന്റെ 55% ഉണ്ടെങ്കിൽ മാത്രമാണ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രതിപാദിക്കുന്ന കുട്ടി അവൻ 120 മാർക്ക് സ്കോർ ചെയ്തു, പക്ഷേ ഈ വാസ് ഫെയിൽഡ് ബൈ 78 മാർക്സ്. അങ്ങനെയാണ് എങ്കിൽ പാസ് മാർക്ക് എത്രയാണ്? ആ 120 മാർക്ക് സ്കോർ ചെയ്തു, 78 മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ. അങ്ങനെയാണ് എങ്കിൽ ടോട്ടൽ മാർക്ക് ടു ബി പാസ് അല്ലെ, ടു പാസ്, ടോട്ടൽ മാർക്ക് ടു പാസ് എത്രയാണ്? 120 പ്ലസ് 78 എത്രയാണത്? 198.
ഇനി ഈ 198 എന്ന് പറഞ്ഞാൽ എന്താണ്? 198 is the 55% of a number. അല്ലേ? 198 is the 55% of total mark. കട്ട് ചെയ്യാനല്ലോ തിരിച്ചു കൊണ്ടുപോയിട്ട്. അപ്പൊ എന്താണ്? 100/55. കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്തോ. ഇത് 20 ആണ്, ഇത് 11 ആണ്, 11 ഇവിടെ കട്ട് ചെയ്യാം, ഇത് 18 ആണ്. സോ 18 into 20 360. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ അല്ലേ? ഒരു മിനിറ്റ് വേണം നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്യാൻ. വേണ്ട, ഒരു മിനിറ്റ് വേണ്ട, 30 സെക്കൻഡ്സ് വേണം നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്യാൻ. സോ അത്രയും സ്പീഡിൽ, അത്രയും എഫിഷ്യൻസി നമുക്ക് ഈ ക്വസ്റ്റൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Number is decreased by 10% and then increased by 10%. The number so obtained is 10% less the original number. What is the original number? നമുക്ക് ഒറിജിനൽ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. സി, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് എടുത്തിട്ട് ട്രൈ ആൻഡ് എറർ വഴി ചെയ്യാം. അതല്ല എങ്കിൽ നേർവഴി ചെയ്യാം. ഞാൻ ആദ്യം നേർവഴി ചെയ്തിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഉത്തരം കറക്റ്റ് ആണെന്ന് റെക്ടിഫൈ ചെയ്യാം ക്വസ്റ്റ്യൻ വെച്ച്. അത്ര തന്നെ. ഓക്കെ, നമ്പർ ഇസ് ഡിക്രീസ്ഡ് ബൈ 10%. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ നമ്പർ ബി എക്സ്, ഈ എക്സിന്റെ 10% സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ഉണ്ടായിരിക്കും അതിനകത്ത്? 90% അല്ലേ? 100% ഉണ്ടായിരുന്ന എക്സിന്റെ കയ്യിൽ നിന്നും 10% സബ്ട്രാക്ട് ചെയ്താൽ 90% അല്ലേ ഇപ്പൊ റിസൾട്ടിങ് അല്ലേ? സോ 100 എക്സിൽ നിന്നും അത് എന്തായിട്ട് മാറി? 90x ആയിട്ട് മാറി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 0.9, 100% അല്ലേ? സോ 100/100 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 0.9x എന്ന് എഴുതാം അല്ലേ? 0.9x എന്ന് എഴുതല്ലോ. ഇനി ഇതിന്റെ 10% കൂട്ടി, 10% കൂട്ടുകയാണ് അല്ലേ? പ്ലസ് 10% ചെയ്യണം. ആരുടെ 10%? 0.9xന്റെ 10%. 0.9xന്റെ 10% എത്രയാണ്? 0.09 അല്ലെ? 9ന്റെ 10% എത്രയാണ്? 9ന്റെ 10% 0.9 ആണ്. 9ന്റെ 10% 0.9 ആണ് എങ്കിൽ 0.9ന്റെ 10% ആരായിരിക്കും? അല്ലെ? 0.09. സോ റിസൾട്ടന്റ് എത്രയായിരിക്കും? റിസൾട്ടന്റ് 0.0.99 ഓഫ് എക്സ് ആയിരിക്കും. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ? അതായത് 100x ആയിരുന്നു, അവന്റെ 10% സബ്ട്രാക്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 0.9x ആണ്. ഇനി അവന്റെ 10% വീണ്ടും ആഡ് ചെയ്തു എന്നാണ് പറഞ്ഞത് അല്ലെ? സോ 0.9ന്റെ 10% 0.09 ആണ്. 0.9 പ്ലസ് 0.9 പ്ലസ് 0.09 എന്താണ്? 0.99x കേട്ടോ. ഇനി എന്താ പറഞ്ഞത്? 0.99x which is a new number. The number so obtained is 10 less than the original number. അതായത് ഈ നമ്പറിന്റെ കൂടെ 10 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒറിജിനൽ നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സ് കിട്ടും എന്നാണ് പറഞ്ഞത്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എന്താണ്? എക്സ് മൈനസ് 0.99x is equal to 10. അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 0.01x is equal to 10. അല്ലെങ്കിൽ എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ പോരെ? ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ? സോ 1000. എക്സ് വിൽ ബി 1000. ദി ഒറിജിനൽ നമ്പർ ഈസ് 1000. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതാണ് നേർവഴി. വളരെ സിമ്പിൾ വഴിയാണ്, വലിയ പാടൊന്നുമില്ല. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി ചെയ്യാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ തിരിച്ചൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കൊന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് നോക്കാം. 1000 നിന്നും ഈ പറഞ്ഞ കണ്ടീഷൻ കറക്റ്റ് ആവുന്നതെന്ന് നോക്കാം. 1000 ആണ് നമ്മുടെ നമ്പർ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ആ നമ്പറിൽ 10% ഡിക്രീസ് ചെയ്തേ. ഇപ്പം എന്തായിട്ട് മാറി? 10% ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 900 ആയിട്ട് മാറി അല്ലെ? 900 ആയിട്ട് മാറി. ഓക്കെ, ഇനി ഈ നമ്പറിന്റെ 10% ആഡ് ചെയ്തേ. 900ന്റെ 10% എത്രയാണ്? 1000 ആയിരുന്നു. 1000ന്റെ 10% ഞാൻ സബ്ട്രാക്ട് ചെയ്തു. ഇനി ഇതിന്റെ 10% ഞാൻ ആഡ് ചെയ്തു. 910% 990 ആണ് അല്ലെ? 990. ആൻഡ് ദ റിസൾട്ടിംഗ് നമ്പർ ഇസ് 10 ലെസ് ദാൻ ദി ഒറിജിനൽ നമ്പർ അല്ലേ? സോ ഇത്രയും പരിപാടി ചെയ്യേണ്ട കാര്യമുണ്ടോ നമുക്ക് ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ? ഒരു പക്ഷേ നമ്മുടെ ടൈം നല്ലതാണെങ്കിൽ നമുക്ക് 1000 കൊണ്ട് തന്നെ അങ്ങ് ഉത്തരം കിട്ടും. നമ്മുടെ ടൈം കുറച്ച് മോശമാണെങ്കിൽ ഈ പറഞ്ഞ 1000 ഡി ഓപ്ഷൻ ആയിരിക്കും. നമ്മളപ്പോൾ എയും ബിയും സിയും ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിയിലേക്ക് എത്താൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എറർ ആണ്. ദെയർ ഇസ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ടൈം കൂടുതൽ എടുക്കാം. എന്നാലും ഈ പറഞ്ഞ ഈ നൂലാമാലകളിലൂടെ നമുക്കൊന്നും പോകേണ്ട കാര്യമില്ല.
അല്ലേ? കുറച്ചുകൂടെ നമുക്ക് സമാധാനത്തോടെ ചെയ്യാൻ സാധിക്കും. ട്രയൽ ആൻഡ് എറർ ആണ്, ഓപ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ന് കരുതി ഞാൻ എല്ലാ ക്വസ്റ്റിനും ഓപ്ഷൻ യൂസ് ചെയ്യണം എന്ന് പറയുന്നതുമില്ല. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ലോജിക്കാണ്. ഈ ലോജിക്കൊക്കെ വരുന്ന എപ്പോഴാണ്? കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് റേഷ്യോ 5:4? 5:4 എന്ന് പറഞ്ഞാൽ എന്താണ് റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? 5:4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 5/4 എന്ന് എഴുതാം. അതിന്റെ പെർസെൻറ്റേജ് ആണ് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ? വിച്ച് ഈസ് 500/4, അല്ലെങ്കിൽ കട്ട് ചെയ്യാം, 25 ആണ്, 125% ആൻസർ എ. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. 5/4 ഇവിടുന്ന് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 100. സോ ഇഫ് എ പെർസെൻറ്റേജ് 100-നേക്കാൾ കൂടണമെങ്കിൽ ന്യൂമറേറ്റർ ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. ഇറ്റ്സ് എ ഫാക്ട് കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, പക്ഷെ എന്നാലും മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇഫ് പെർസെൻറ്റേജ് ഇസ് ലെസ് ദാൻ 100, then numerator has to be less than denominator. ഈ ഫാക്ട്സ് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ പ്രോബബിലിറ്റിയിലും പഠിക്കുന്നത്. സോ ഞാൻ എന്തുകൊണ്ടാണ് പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് തന്നെ പെർസെൻറ്റേജിൽ നിന്നും മുതലെടുത്തതാണ് അല്ലേ? ഒരു നടക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു പ്രോബബിലിറ്റി വിച്ച് ഇസ് 1 അല്ലേ? അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. പ്രോബബിലിറ്റി 50% അല്ലെങ്കിൽ പ്രോബബിലിറ്റി പകുതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പക്ഷേ പെർസെൻറ്റേജ് അല്ലേ? 50% ആണ് നമ്മുടെ വിൻ സിറ്റുവേഷൻ. സോ ബേസിക്കലി പെർസെൻറ്റേജിന്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് പ്രോബബിലിറ്റി. സോ ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബബിലിറ്റിയിലൊക്കെ എത്താൻ പറ്റുകയുള്ളൂ, പ്രോബബിലിറ്റി മനസ്സിലാക്കുകയും ഉള്ളൂ. സോ കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്ത സെക്ഷൻ, അതായത് ഏതാണ്? കമ്പ്യൂട്ടർ സെക്ഷനിലേക്ക് പോകാം. So which of the following groups are only input devices? Input devices മാത്രം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മൗസ്, കീബോർഡ്, മോണിറ്റർ, ജോയിസ്റ്റിക്ക്. ഇതിൽ മോണിറ്റർ ഇൻപുട്ട് ഡിവൈസ് ആണോ? അല്ല. നമുക്ക് ഡേറ്റ നമ്മളെ കാണിക്കുന്ന സംഗതികൾ ഔട്ട്പുട്ട് ഡിവൈസസും ഡേറ്റ നമ്മളിൽ നിന്നും സ്വീകരിക്കുന്ന ഡിവൈസസ് ഇൻപുട്ട് ഡിവൈസസും അല്ലേ? നമ്മൾ കീബോർഡിലെ ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, മൗസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. സോ മോണിറ്റർ മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. മോണിറ്റർ നമ്മൾ ഡേറ്റ കാണിക്കുകയാണ്. സോ ഓപ്ഷൻ 1 തെറ്റാണ്. മൗസ്, കീബോർഡ്, പ്രിന്റർ, ലൈറ്റ്, ഇതും തെറ്റാണ്. കാരണം പ്രിന്റർ ഇസ് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലേ? മൗസ്, കീബോർഡ്, ട്രാക്ക് ബോൾ, പ്രിന്റർ, ഇതും തെറ്റാണ്. പ്രിന്റർ വീണ്ടും വന്നിരിക്കുന്നു. മൗസ്, കീബോർഡ്, സ്കാനർ, ജോയിസ്റ്റിക്, ലൈറ്റ്, ഇതാണ് കറക്റ്റ്. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ? സ്കാനർ നമ്മുടെ ഡേറ്റ സ്കാൻ ചെയ്ത് അകത്തേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പോയിന്റിംഗ് ഡിവൈസ്? ഇതിൽ ഏതാണ് പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മൗസ്, ജോയിസ്റ്റിക്ക്, ലൈറ്റ്, പെൻ, ഡിജിറ്റൈസർ. വളരെ സിമ്പിൾ, ഡിജിറ്റൈസർ. ഈ ഡിജിറ്റൈസർ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ ടാബ്ലറ്റ് ആണ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൈസറാണ്. അതായത് ഒരു ബോർഡാണ്. ഞാൻ അവിടെ എന്ത് വരയ്ക്കുന്നു അതെന്ത് ചെയ്യും? അതൊക്കെ ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ വരും അല്ലേ? ഞാനിപ്പോൾ എഴുതിയാൽ ഞാൻ എഴുതുന്നത് ഒരു ടാബ്ലറ്റിലാണ്, പക്ഷേ അത് എവിടെയാണ് പ്രിന്റ് ആകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഔട്ട്പുട്ട് കാണിക്കുന്നത്? മോണിറ്ററിലാണ്. സോ അതാണ് ഒരു ഡിജിറ്റൈസർ. അതാണ് ബേസിക് ഡിജിറ്റൈസർ കേട്ടോ. അല്ലെങ്കിൽ ഡിജിറ്റൈസർ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫംഗ്ഷൻ കീസ് ഇൻ എ കീബോർഡ്. കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മളൊക്കെ കീബോർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും, പലപ്പോഴും നമ്മൾ ഫംഗ്ഷൻ കീസും യൂസ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ എത്ര നമ്പർ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, 13. എവിടെ നിന്നാണ്? F1 മുതൽ F12 വരെയാണ് ഫംഗ്ഷൻ കീസ് ഉള്ളത്. ഇതിൽ കുറച്ച് ഫംഗ്ഷൻ കീസ് ഇമ്പോർട്ടൻ്റ്, അതോടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. അത് മാത്രമല്ല, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ അതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് F4. Alt + F4 നമുക്ക് എന്ത് ചെയ്യാം? വിൻഡോസ് ക്യാൻസൽ ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് F4. F5 റിഫ്രഷ് ബട്ടൺ ആണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി F8 ആണ്. യൂസ് ടു ആക്സസ് ദി ബൂട്ട് മെനു ഇൻ വിൻഡോസ് വെൻ ടേണിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് F7. എന്തിനാണ് F7 യൂസ് ചെയ്യുന്നത്? ടു സ്പെൽ ചെക്ക് ഗ്രാമർ.
സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സംഗതിയാണ് F7. സോ നിങ്ങളൊരു ഒരു ഒരു ജോലിയിലേക്ക് കടക്കുകയാണ്, ഡെസ്ക്ടോപ്പിലേക്ക് കടക്കുകയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ കീ F7 ആണ്. സോ F4, F5, F7, F8. അതുപോലെ തന്നെ F11 കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ MS Excel, Shift and F11 adds a new sheet and Control plus F11 adds a new macro to workbook. ഓക്കെ, ഇതൊക്കെ ഷോർട്ട് കട്ട്സ് ആണ്, നിങ്ങൾ പലപ്പോഴും അറിയാവുന്ന ഷോർട്ട് കട്ട്സ് ആയിരിക്കും. സോ ഈ ഒരു 5 ഫംഗ്ഷൻ കീസ് പഠിച്ചു വെക്കുക. കാരണം ചോദിക്കാം, കാരണം എങ്ങനെയാണോ നമുക്ക് ചോദിക്കാം. ഈ ഒരു 5 ഫംഗ്ഷൻ കീസ് ഇല്ലാത്ത ഓപ്ഷനും കാണത്തില്ല. സോ നിങ്ങൾ ഡയറക്റ്റ്ലി ചോദിച്ചില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നെക്സ്റ്റ്, കൺട്രോൾ, ഷിഫ്റ്റ് ആൻഡ് ഓൾട്ട് ആർ നോൺ ആസ് ഡാഷ് കീസ്. എന്ത് കീ ആയിട്ട് അറിയപ്പെടുന്നത്? ഫംഗ്ഷൻ കീ ആണോ, മോഡിഫയർ കീ ആണോ, ആൽഫ ന്യൂമറിക് കീ ആണോ, അഡ്ജസ്റ്റ്മെന്റ് കീ ആണോ? ആൻസർ എന്താണ്? ആൻസർ മോഡിഫയർ കീ ആണ്. എന്തുകൊണ്ടാണ് മോഡിഫയർ എന്ന് വിളിക്കുന്നത്? ബേസിക്കലി എന്താണ്? ഇറ്റ് മോഡിഫൈസ് ആൻ ആക്ഷൻ ഓഫ് അനദർ കീ, അല്ലെ? മറ്റൊരു കീ സാധാരണ ഒറ്റയ്ക്ക് ഞെക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരുന്നു, അതിന്റെ ആക്ഷനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? ഷിഫ്റ്റ് പ്ലസ് ഒരു ആൽഫബറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ക്യാപിറ്റലായിട്ട് മാറും, അല്ലെ? ഇങ്ങനെ കൺട്രോള്, ഷിഫ്റ്റ്, ഓൾട്ട്, നമ്മൾ നേരത്തെ സംസാരിച്ച ഫംഗ്ഷൻ കീസ്, അതുപോലെ തന്നെ കമാൻഡ് കീസ്, ഇതുപോലെ കുറെ കീസുകൾ വിച്ച് ആർ നോൺ ആസ് മോഡിഫൈഡ് കീസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലേ? വിച്ച് കീ ഓഫ് കീബോർഡ് ഇസ് യൂസ് ടു മേക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഈതർ അപ്പർ ഓർ ലോവർ കീസ്? ഞാൻ നേരെ സംസാരിച്ചു, ഏതാണ്? ഷിഫ്റ്റ് കീ ആണ്, അല്ലേ? ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് കീസ് മോഡിഫയർ കീ. നമ്മൾ ഷിഫ്റ്റ് കീ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പർ കീസ് ലോവർ കീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ക്യാപ്സ് ലോക്ക് ഓൺ ആണ് എങ്കിൽ ഷിഫ്റ്റ് കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലോവർ കേസിൽ വരും. ക്യാപ്സ് ലോക്ക് ഓഫ് ആണ് എങ്കിൽ ഷിഫ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ആൽഫബറ്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ക്യാപിറ്റൽ ലെറ്റർ. ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഫൈൻ. വയർലെസ് മൗസ് കമ്മ്യൂണിക്കേറ്റ്സ് ത്രൂ റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, മൈക്രോ വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ചിന്തിച്ച് എടുപ്പം ചിലർ പക്ഷേ ഇൻഫ്രാറെഡ് മാർക്ക് ചെയ്യും, അല്ലേ? ചിലപ്പോൾ മൗസിന് താഴെ റെഡ് ലൈറ്റ് കണ്ടു, സോ അങ്ങനെ അത് ഇൻഫ്രാറെഡ് തന്നെ എന്ന് ചിന്തിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും, മാർക്ക് ചെയ്യുന്ന ആൾക്കാരും കാണും. സോ ആൻസർ എന്താണ്? ആൻസർ റേഡിയോ വേവ്സ് ആണ്. ആൻസർ RF, റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് ഇത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ് റേഡിയോ വേവ്സ് വരുന്നത്? കാരണം റേഡിയോ വേവ്സ് ആസ് കമ്പയർഡ് ടു അതർ വേവ്സ് എന്താണ്? ഫ്രീക്വൻസി കുറവാണ്, എനർജി കുറവാണ്. ഇതൊരു പോയിന്റ് ഡിവൈസ് അല്ലേ, വളരെ അടുത്തുള്ള ഡിവൈസ് അല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന് ഫ്രീക്വൻസി കുറഞ്ഞ, എനർജി കുറഞ്ഞ വേവ് യൂസ് ചെയ്താൽ മതി. ഏറ്റവും എനർജി കുറഞ്ഞ വേവ്സ് ആണ് റേഡിയോ വേവ്, ഏറ്റവും എനർജി കൂടിയ വേവ്സ് ആണ് ഗാമ റേസും എക്സ്റേ ഒക്കെ. സോ നമ്മൾ റിമോട്ട്ലി യൂസ് ചെയ്യുന്ന വേവ്സ് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. കാരണം കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്, അല്ലെ? കവർ ചെയ്യാൻ കുറച്ചുകൂടെ ഏരിയ ഉണ്ട്. നമ്മൾ ഇരിക്കുന്ന ഒബ്ജക്റ്റ്, നമ്മൾ റിമോട്ട് യൂസ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും TVയിലേക്കുള്ള പോയിന്റ് കുറച്ചുകൂടെ ഹ്യൂജ് ആണ്. സോ അവിടെ നമുക്ക് റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ? റേഡിയോ വേവ്സിന്റെ എനർജി കുറവാണ്. എനർജി കുറവാണ് എങ്കിൽ എന്ത് പറ്റും? ഈ സെൻഡ് ചെയ്യുന്ന ലെങ്ത് കൂടുന്തോറും സെൻഡ് ചെയ്യുന്ന സിഗ്നൽ ലോസ് ആയി പോകും, അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന സിഗ്നൽ നഷ്ടപ്പെട്ടു പോകും, അങ്ങ് വരെ എത്തത്തില്ല. സോ അങ്ങ് വരെ എത്തണമെങ്കിൽ എനർജി കൂടിയ വേവ്സ് യൂസ് ചെയ്യണം. സോ സാധാരണ നമ്മൾ മൗസിന്റെ തൊട്ടടുത്ത് തന്നെ, ലാപ്പിന്റെയോ PCയുടെ തൊട്ടടുത്താണ് നമ്മൾ മൗസ് യൂസ് ചെയ്യാറ്. വലിയ ലെങ്ത് ഡിഫറൻസ് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? എനർജി കുറഞ്ഞ ഒരു വേവ് യൂസ് ചെയ്താൽ മതി. ഇതാണ് ബേസിക് ലോജിക്. സോ ഒരു പക്ഷെ അത് അറിയത്തില്ല എങ്കിൽ, ഫിസിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ടേക്ക്. സോ ഒരു ടോപ്പിക്കും നമ്മൾ വെറുതെ ഇത് വരില്ല അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വിടേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും, കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഔട്ട്പുട്ട് ഡിവൈസ്? ഇതിലേതാണ് ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത്? വളരെ സിമ്പിളാണ്. സ്കാനർ നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നെ അത് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ആക്ഷൻ. OCR സ്റ്റാൻഡ്സ് ഫോർ ഔട്ട്സൈസ്ഡ് ക്യാരക്ടർ റീഡർ ആണോ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണോ, ഓപ്പറേഷണൽ ക്യാരക്ടർ റീഡർ ആണോ, ഓൺലി ക്യാരക്ടർ റീഡർ ആണോ? ഇത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്നും പറയും, റെക്കഗ്നിഷൻ എന്നും പറയും, കേട്ടോ. റെക്കഗ്നിഷൻ എന്നും പറയും. Fine. Then OMR stands for optical mark recognition, optical magnetic reader, only mark recognition, optical markup recognition. വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ എ, optical mark recognition. The storage device that uses rigid, permanently installed magnetic device to store data. ഏതാണ്? വളരെ സിമ്പിൾ ഹാർഡ് ഡിസ്ക് ആണ്, അല്ലേ? ഹാർഡ് ഡിസ്ക് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഹാസ് എ സ്മോളസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഏതാണ്? വളരെ സിമ്പിൾ, ഫ്ലോപ്പി ഡിസ്കിന്റെ ഒക്കെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1.2 MB മാത്രമാണ്. 1.2 MB. ഒന്നോർത്ത് നോക്കി, നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുന്ന
ഡേറ്റയുടെ അളവ് തന്നെ ഇപ്പോൾ GB കണക്കിനാണ് പോകുന്നത് അല്ലേ. നമ്മൾ ഒരു ദിവസം ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസ് തന്നെ GB കണക്കാണ്. സോ ഒന്നോർത്തേക്ക് നമ്മൾ എന്തോരം അഡ്വാൻസ് ആയി നമ്മുടെ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് 1 TB ഹാർഡ് ഡിസ്ക് വരെ നമുക്കുണ്ട്. 1 TB 2 TB ഹാർഡ് ഡിസ്ക് വരെ നമുക്ക് മേടിക്കാൻ സാധിക്കും. സോ എത്ര ടൈംസ് ടെക്നോളജി വളർന്നു അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ ഈ ഒരു വീക്കിലെ ഡിസ്കഷൻ. എല്ലാവർക്കും കൃത്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ എല്ലാ വീക്കും നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. എല്ലാ ആഴ്ചയും അവസാനം ഞാൻ നിങ്ങളുമായിട്ട് ഇതുപോലെ മീറ്റ് ചെയ്യും, നമുക്കിതുപോലെ ഡിസ്കസ് ചെയ്യാം. സോ ഇതൊരു വളരെ ഈസി പ്രോസസ് ആയിരിക്കും. നിങ്ങളെപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ വി കൻ അഷ്യൂർ യു ദാറ്റ് യു ക്യാൻ സ്കോർ ഗ്രേറ്റ് ഹൈ മാർക്സ് ഫോർ എക്സാം. ഫൈൻ. ഇനി എന്തെങ്കിലും കൺസേൺസോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അത് കൃത്യമായും അറിയിച്ചാൽ മതി. വി ക്യാൻ കറക്റ്റ് ഇറ്റ് ആൻഡ് വി ക്യാൻ ചേഞ്ച് ഇറ്റ് വിത്ത് ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു കേട്ടോ. താങ്ക് യു.